പോക്സോ കേസ്, അത് അവിടുത്തെ ഒരു പ്രമുഖ ജേർണലിസ്റ്റിനെതിരെ, എൻ്റെ സീനിയറായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രമുഖനായ അവതാരകനെതിരെ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഡോക്ടറേറ്റുള്ള പ്രൊഫസറൊക്കെ ആയിട്ടുള്ള ഏറ്റവും മികച്ച കോടതി അധിക്ഷേപിക്കും, വനിതാ അധിക്ഷേപിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു സ്ത്രീയല്ലേ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫോട്ടോ ദൈവം ഫോട്ടോഷോപ്പ് ചെയ്യില്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ദൈവത്തിന് ഫോട്ടോഷോപ്പ് അറിയില്ല. അവരുടെ നാണക്കേട് മറയ്ക്കാൻ 8 വർഷമായി അവർ പറയുന്ന കള്ളങ്ങൾ മറയ്ക്കാൻ അവർ ചെയ്യുന്നതാണ്. വളരെ ലാലേട്ടൻ ശ്രീ ദിലീപിനെ എൻഡോസ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും മറ്റും തോന്നുന്നു. അങ്ങനെ തന്നെ വേണം. ശ്രീ ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവ് വേണം. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവരും വേണം. മോഹൻലാലും വേണം, മമ്മൂട്ടിയും വേണം, സുരേഷ് ഗോപിയും വേണം. ദിലീപിൻ്റെ വിധി, കോടതി വിധി വന്നു കഴിഞ്ഞു. പക്ഷേ വിധി വന്നെങ്കിലും ചില സമൂഹത്തിലുള്ള ചില ആൾക്കാരും, മിക്ക മാധ്യമങ്ങളും, ചില പ്രമുഖരും ഈ വിധിയെ മാനിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പിന്നിലൊരു അവരുടെ ജാള്യത മറയ്ക്കാൻ, അവരുടെ നാണക്കേട് മറയ്ക്കാൻ, 8 വർഷമായി അവർ പറയുന്ന കള്ളങ്ങൾ മറയ്ക്കാൻ അവർ ചെയ്യുന്നതാണ്. പക്ഷേ പൊതുജനം സത്യം തിരിച്ചറിയണം. ശ്രീ ദിലീപിനെതിരെ വ്യാജമായിട്ടൊരു ഫോട്ടോഷോപ്പ് ചെയ്തു. അത് പറഞ്ഞത് മുൻ ജയിൽ DGP ആയിരുന്ന ശ്രീലേഖ IPS മാഡമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മേയറോ അസിസ്റ്റൻറ്റ് മേയറോ ഒക്കെ ആയി മാറാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ പച്ച കള്ളങ്ങളാണ് ശ്രീ ദിലീപിനെതിരെ പറഞ്ഞത്. ഇത്രയും കള്ളത്തരങ്ങൾ പോലീസും പ്രോസിക്യൂഷനും പറയുന്ന കേരള ചരിത്രത്തിൽ മറ്റൊരു കേസ് ഉണ്ടായി കാണില്ല. യഥാർത്ഥത്തിൽ ഈ കള്ളങ്ങൾ പൊളിച്ചെടുക്കണം. ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഈ രീതിയിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച, ചില മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് കേസ് നടത്തിയ പോലീസിൻ്റെ കള്ളത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ വെളിയിൽ വന്നത്. പക്ഷേ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് സത്യങ്ങൾ അറിയാം. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ ഫോട്ടോഷോപ്പ് ഇതുപോലെ ഫോട്ടോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചൊരു സംഭവമാണ്. അതിനുശേഷം ഇത് ഫോട്ടോഷോപ്പാണ് എന്ന് തെളിഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നത്? അത് നിങ്ങൾ ചോദിക്കണം. നിങ്ങളെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ചോദിക്കണം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫോട്ടോ ദൈവം ഫോട്ടോഷോപ്പ് ചെയ്യില്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ദൈവത്തിന് ഫോട്ടോഷോപ്പ് അറിയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തിരിച്ചറിയണം. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ശ്രീ ദിലീപ് എന്ന് പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയോടൊപ്പം എത്തി നിൽക്കുന്ന കേരള സിനിമാ രംഗത്തെ ഏറ്റവും വലിയ ശക്തൻ, കേരള സിനിമ നിയന്ത്രിച്ചിരുന്നത് ശ്രീ ദിലീപാണ് എന്ന് നമുക്കറിയാം. ആ ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കി 85 ദിവസം അടയ്ക്കാൻ പറ്റുമെങ്കിൽ, കോടീശ്വരനായ ദിലീപിനെ, സിനിമാ രംഗത്തെ ഏറ്റവും പ്രമുഖനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചുകയും കള്ള ഫോട്ടോഷോപ്പ് ഉണ്ടാക്കുകയും ചെയ്യുമെങ്കിൽ നമ്മൾ ആരെങ്കിലും സേഫാണോ? ഞാനോ നിങ്ങളോ സേഫാണോ? നമ്മുടെ മക്കൾ സേഫാണോ? നാളെ പോലീസോ അധികാരത്തിലിരിക്കുന്നവരോ ഒരു പണി തരണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എത്ര വലിയ പണിയായിരിക്കും കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നാളെ ഇത് CPM-കാരോട് തിരിച്ചു ചെയ്യരുത്, അത് BJP-കാരോട് തിരിച്ചു ചെയ്യരുത്, കോൺഗ്രസ്സുകാരോട് തിരിച്ചു ചെയ്യരുത്. ആരും ആർക്കെതിരെയും കള്ളക്കേസ് കൊടുക്കരുത്. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരുടെ എതിരെ കള്ളക്കേസ് വന്നാൽ പോലും ഞാൻ അവർക്ക് അനുകൂലമായി വാദിക്കും. നമുക്ക് പരസ്പരം ദേഷ്യം ഉണ്ടെങ്കിൽ തമ്മിൽ സംസാരിച്ചോ, ചീത്ത വിളിച്ചോ, തർക്കിച്ചോ തീർക്കാം. അല്ലാതെ കള്ളക്കേസ് കൊടുത്തല്ല തീർക്കേണ്ടത്. അത് കോടതിയെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇതിലിപ്പോൾ 2ാം പ്രതി ഒരു വീഡിയോ പുറത്തു വന്ന് ആകെ ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മീഡിയ ഏറ്റെടുക്കുക, മീൻസ് സാറ്റലൈറ്റ് ചാനൽ, ബാക്കിയുള്ള ഓൺലൈൻ മീഡിയാസ് അത് ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ് ചാനൽ അത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രചരിച്ചവരെക്കെതിരായിട്ട് കേസ് എടുക്കുന്നൊരു രീതിയാണ് വരുന്നത്. അതായത് 2ാം പ്രതിയാണ് വന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ സിനിമാ നടൻ സിദ്ദിഖ് ലാൽ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്ന്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ചില ആൾക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു, പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു, അന്വേഷണം വരുന്നില്ല? ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി ചെയ്ത വീഡിയോയിൽ ആ അഭിനേത്രിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല. അതൊരു വസ്തുതയാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അതാണ് നമ്മുടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത്. അല്ലെങ്കിൽ നാളെ കേസ് പോയി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വല്ലതും കോടതി പറയണം. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആളുടെ പേര് വേണമെങ്കിൽ പറയാം. കാര്യം ഉമ്മൻചാണ്ടിക്കെതിരെ ഇപ്പോൾ പരാതിയില്ല, ഉമ്മൻചാണ്ടി ആ കേസ് ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ പേര് പറയുന്നത് ശരിയല്ല. ആ പേര് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയെന്ന കള്ളക്കേസാണ് എനിക്കെതിരെ ഇട്ടിരിക്കുന്നത്. അത് കള്ളക്കേസാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു AI പിക്ചറാണ് ഷെയർ ചെയ്തത്. അതായത് വേറെ യാതൊരു ബന്ധവുമില്ലാത്ത AI പിക്ചറാണ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് പേര് ഷെയർ ചെയ്ത് ശരിയല്ല. 2ാം പ്രതി പറയുന്നതിനും ഉപോത്ബലകമായ തെളിവ് നമുക്ക് വേണം. ആരെയും നേരത്തെ പറഞ്ഞ ശ്രീ ലാലിനെ പോലെ അടക്കമുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും തെളിവ് നമുക്ക് വേണം. അപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നത് തെളിവ് വെച്ച് മാത്രമേ പറയൂ. വ്യാജ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ആ ഫോട്ടോ കാണിച്ചറിയാം. 2 ഫോട്ടോകളും മെർജ് ചെയ്തിരിക്കുന്നതാണ്, 2 ഫോട്ടോകൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ്. അതെന്തായാലും ഫോട്ടോഷോപ്പ് അല്ലേ, അത് കൊച്ചു പിള്ളേർ ചെയ്യുമല്ലോ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അങ്ങനെ തെളിവോടുകൂടി പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും.
ചില സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ സാഹചര്യ കാര്യങ്ങളോ വെച്ച് സിനിമാ നടൻ ലാലിന് ഇതിൽ പങ്കുണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? എനിക്ക് അറിയില്ല, അതാണ് സത്യം. ഞാൻ അന്നേ ഈ തിയറി കേട്ടു. എന്നോട് പലരും ശ്രീ ദിലീപേട്ടനെ അനുകൂലിക്കുന്നത് ഇത് പറയണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനത് TV പറയില്ല. ഞാൻ ഇന്നേ വരെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ശ്രീ ലാലിനെതിരെ പറയാത്തത്? കാര്യം എനിക്കതിന് ഇതാണുള്ള തെളിവുകളില്ല. അങ്ങനെ കുറച്ച് തിയറികളുണ്ട്. തിയറികൾ വേറെ, തെളിവുകൾ വേറെ. അപ്പോൾ ഈ തിയറികൾ ഉണ്ട് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തെളിവുകളില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. അതെന്താണെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ശ്രീ ദിലീപിനെ ഈ കേസിലേക്ക് വ്യാജമായി വലിച്ചിഴച്ചതാണ്. അതാണ് അതിലെ കോർ പോയിന്റ്. ശ്രീ ദിലീപിനെ ഈ കേസിലേക്ക് വ്യാജമായി വലിച്ചിഴച്ചതാണ്. എനിക്ക് 100% ബോധ്യമുള്ള സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ സത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തതും ഞാനത് എൻഡോഴ്സ് ചെയ്യാത്തതും. കോടതി വിധിയെ ഒട്ടും മാനിക്കാതെ പല ചാനൽ ചർച്ചകളിലും ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വന്നിരുന്ന് വളരെ വൃത്തികെട്ട ഒരു രീതിയിൽ കോടതിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഇതിനെതിരെ അവർക്കെതിരെ ഒരു കേസ് ഉണ്ടാവും. കോടതി അധിക്ഷേപിക്കും, വനിതാ അധിക്ഷേപിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു സ്ത്രീയല്ലേ. അതാണ് എൻ്റെ സത്യം. ഇപ്പം ഞാനോ വേറെ ഏതെങ്കിലും ഒരു പുരുഷനോ ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം പറഞ്ഞാൽ വളച്ചൊടിച്ച് അവരെ അധിക്ഷേപിച്ചു, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ എന്നൊക്കെ പറഞ്ഞ് കേസെടുത്ത് ഞങ്ങളെ ജയിലിലിടാം. വനിതാ ജഡ്ജി, അവരുടെ വീട്ടുകാർ, കോടതി എന്ത് അധിക്ഷേപിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. അതാണ് ഈ നാട്ടിൽ. ഇവർ ആ ഒരു രീതിയിലോട്ട് പൊക്കഴിഞ്ഞു. എന്ത് ചെയ്യാൻ? പല ചാനലിലും വന്നിരുന്ന വളരെ മോശമായിട്ട് സംസാരിക്കുന്നു കോടതി വിധിയെ കുറിച്ച്. കാര്യം കോടതി വിധി അത് മാനിക്കാതെ അതിനെതിരായിട്ട് കോടതി വിധിയെ അല്ല, ഭാഗ്യലക്ഷ്മി ചേച്ചി അല്ല, പല ആൾക്കാരും കോടതിയെ ആ വനിതാ ജഡ്ജിയെ അടക്കം ആക്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അതിനെതിരെ പരാതി കൊടുത്തു. എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? ഈ നാട്ടിലെ അവസ്ഥയാണ്. KR മീര ഷാരനെ ഗ്രീഷ്മ വിഷം കൊടുക്കി കൊന്നതിനെ ന്യായീകരിക്കുകയും ചില സമയങ്ങളിൽ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? FIR ഇട്ടിട്ടില്ല. FIR ഇതുവരെ ഇട്ടിട്ടില്ല. എൻ്റെ കാര്യം എന്താ? ഇവിടെ ആണിനും പെണ്ണിനും 2 നീതിയാണ്. സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണനയും പ്രിഫറൻസും കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഈ വ്യാജം കാര്യങ്ങൾ പറയുമ്പോഴും ഒരു ശരിയല്ല എന്ന് പറയാനെങ്കിലും നമ്മുടെ നാവ് ഉയരണ്ടേ? അതിൽ ഭാഗ്യലക്ഷ്മി ഇപ്പം ദിലീപിൻ്റെ ഈ കോടതി വിധിയോട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. പക്ഷേ അവർ ഈ സംഭവം നടന്നതിന് ശേഷം രാമലീല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഡബ് ചെയ്തൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. അന്നത്തെ അവരെ നയം വേറെ, ഇന്നത്തെ അവരെ നയം എന്താ അറിയോ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഞാൻ ബഹുമാനിക്കുന്ന എന്നാൽ ശക്തമായി ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി. കേരളം കണ്ട ഏറ്റവും വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. നമുക്ക് അതിൽ തർക്കമില്ലല്ലോ. ഭാഗ്യലക്ഷ്മി ചേച്ചി അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഏറ്റവും മനോഹരമായ ഡബ്ബിംഗ് എന്ന സ്കില്ലിനുടമയും ഒരു കലാകാരിയുമാണ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ശ്രീമതി ഭാഗ്യലക്ഷ്മി തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. ഞാൻ പലതവണ പറയാൻ നോക്കി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാം അതിജീവിതയോടൊപ്പമാണ്. പക്ഷെ പ്രശ്നം ശ്രീ ദിലീപിന് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊരു സത്യമല്ലേ? ഇപ്പം രാഹുൽ ഈശ്വർ കഴിഞ്ഞ 8 വർഷമായി പറയുന്ന അല്ലെങ്കിൽ 7-8 വർഷമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? അപ്പോൾ ആ സത്യം എന്താണെന്ന് നോക്കുക. ഇനിയും തിരിച്ചാരോടും പ്രതികാരം ചെയ്യാനല്ല. നാളെ ഇതേപോലെ ഒരു ദിലീപ് അകത്ത് കിടക്കരുത്. നാളെ ഇതേപോലെ ഒരു കള്ളക്കേസിൽ ഒരാൾ കുടുങ്ങരുത്. നാളെ പോലീസുകാർ വിചാരിച്ചാൽ ഒരു DGP, പോലീസിലെ DGP ആണല്ലോ ഏറ്റവും വലിയ ആൾ, പോലീസിലെ DGP മനഃപൂർവ്വം തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന് മറ്റൊരു DGP, 2 പേരും വനിതകളാണ്, മറ്റൊരു DGP ശ്രീലേഖ മാഡം പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ ദുരവസ്ഥ. ഇപ്പൊ ഈ അടുത്തിടെ ദിലീപിന്റെ ഒരു സിനിമ ബസ്സിൽ ഇതുപോലെ പ്ലേ ചെയ്തു. അത് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ജനങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം മാധ്യമങ്ങൾ കൊടുക്കുന്ന സാധനം ഇവര് തലയിൽ വെച്ച് അതാണ് സത്യം. അതായത് മാധ്യമങ്ങൾ അറിയാം ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതേ വിശ്വസിക്കുള്ളൂ. എന്തായിരിക്കും ഇവരൊക്കെയുള്ള ഒരു ഉദ്ദേശം? എന്തായിരിക്കും അവരോട് എനിക്കുള്ള അഭ്യർത്ഥന? അതായത് എല്ലാ ചാനലുകളോടും, വിശേഷ താങ്കൾ പറഞ്ഞ ചാനലുകളുടെ അഭ്യർത്ഥന, കള്ളക്കേസ് അവർക്കെതിരെ വന്നതാണ്. അതിന്റെ വേദന ബാക്കി ആരെക്കാട്ടിയും അറിയുന്നവരാണ് അവർ. ഒരു വ്യാജ പോക്സോ കേസ്, അത് അവിടുത്തെ ഒരു പ്രമുഖ ജേർണലിസ്റ്റിനെതിരെ, എൻ്റെ സീനിയറായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രമുഖനായ അവതാരകനെതിരെ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഡോക്ടറേറ്റുള്ള പ്രൊഫസറൊക്കെ ആയിട്ടുള്ള ഏറ്റവും മികച്ച അവതാരകൻ, എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങളൊക്കെ ആദരവോടെ അന്ന് കണ്ടിരുന്ന, എന്താ പറയുക, അന്നും ഇന്നും കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ വ്യാജ പോക്സോ വന്നതല്ലേ? അതിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് ഞാനാണ്. ഇതിൻ്റെ പ്രശ്നം കള്ളക്കേസ് വെച്ച് നമ്മൾ ഒരാളെ കൊടുക്കാൻ നോക്കരുത്. അത് നാണക്കേടാണ്, അപമാനമാണ്, മോശമാണ്, തെറ്റാണ്. ആ തെറ്റിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് താഴ്മയേറിയ. ഇതേപോലെ തന്നെ ആ ചാനലിൻ്റെ ഓണേഴ്സിനെതിരെ, അവരും വളരെ പ്രഗത്ഭരായ ബിസിനസ്സുകാരാണ്, അവർക്കെതിരെ ഇതേപോലെ വ്യാജ മരമുറി കേസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഞാൻ അതിനെ ശക്തമായിട്ട് അവരുടെ ചാനലും മറ്റു ചാനൽ ഡിഫെൻഡ് ചെയ്തു. എനിക്കത് വരെ പരിചയം പോലുമില്ല. അത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ അറിയോ? കേസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു കേസ് കള്ളക്കേസാണോ അല്ലയോ എന്ന്.
അതായത് നമുക്ക് പറയുമ്പോൾ പോലീസിൻ്റെ നെറേറ്റീവ് സ്റ്റൈല്, കണ്ടന്റ് തുടങ്ങി, അതായത് ഉള്ളിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കള്ളക്കേസാണ് വലിയൊന്നും അറിയാം. ഇപ്പൊ ദിലീപ് മോഹൻ അഭിനയിച്ച് ഇപ്പൊ ഇറങ്ങിയ ആ സിനിമ കണ്ടിരുന്നു. ഇന്ന് കാണാം. ഞങ്ങൾ ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല. മോഹൻലാലിനൊപ്പമാണ് അഭിനയിച്ചിരിക്കുന്നത്. താങ്കൾ ലാലേട്ടൻ ശ്രീ ദിലീപിനെ എൻഡോസ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും മറ്റും തോന്നുന്നു. അങ്ങനെ തന്നെ വേണം. ശ്രീ ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവ് വേണം. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവരും വേണം. മോഹൻലാലും വേണം, മമ്മൂട്ടിയും വേണം, സുരേഷ് ഗോപിയും വേണം, ശ്രീ ദിലീപും വേണം, പൃഥ്വിരാജും വേണം, അല്ലെങ്കിൽ ആസിഫ് അലി, ഉണ്ണി മൂന്തനും വേണം. വേറെ ആരുടെയും പേര് വിട്ടുവിട്ടില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നൊരു പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി നായികമാർ, ഇനി വനിതകൾക്കെതിരാണെന്നോ നായികമാർ വേണം. എല്ലാവരും വേണം. ആരും പരസ്പരം എന്താ പറയുക, വേറൊരാളുടെ ദുര്യോഗത്തിലോ വിഷമത്തിലോ സന്തോഷം കണ്ടെത്തരുത്, പണി കൊടുത്ത് സന്തോഷം കണ്ടെത്തരുത്. നന്മയും ശരിയും സത്യവുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നും ഉണ്ടാവും. പക്ഷെ നന്മ, ശരി, സത്യം, നീതി, ഇതിൻ്റെ അടിസ്ഥാനമല്ലാതെ ഒരു രാജ്യത്തിന് പോകാൻ കഴിയും.